2024 അവസാനിക്കുമ്പോ 2025 പുതിയ കലണ്ടർ വീട്ടിന്റെ ചുമരിൽ അതാ പാറുന്നില്ലേ? ഈ ഡിസംബർ കഴിയാൻ ആയുസുണ്ടോ? 2025 പുതിയ കലണ്ടറിൽ ഒരു മാസം, ഒരു ദിവസം നമ്മുടെ സമയം അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ടോ? ആലോചിക്കാറുണ്ടോ? അല്ലാ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഉമ്മമാരെ, നിങ്ങളെപ്പോലെ എല്ലാ ചൊവ്വാഴ്ചകളിലും നീണ്ട 4 വർഷക്കാലം ഈ വിനീതന്റെ ഖുർആൻ ക്ലാസ് കേട്ടിരുന്ന റാബിയ എന്ന് പേരുള്ള 38 വയസ്സുകാരിയായ ഒരു മഹദി കഴിഞ്ഞ ദിവസം എന്റെ നാട്ടിന്റെ പരിസരത്ത് വെച്ച് മരിച്ചുപോയി. ബ്ലഡ് വന്നതാ. അല്ലാ, ഒരാഴ്ചക്ക് മുമ്പ് അല്പം ബ്ലഡ് വന്നു, ബ്ലീഡിങ് സംഭവിച്ചു. ഡോക്ടർമാര് ടെസ്റ്റ് നടത്തി, ബ്ലഡിൽ ക്യാൻസറാ. അറിഞ്ഞിട്ട് 7 ദിവസം പൂർത്തിയായില്ലോ. 7ാമത്തെ ദിവസമായപ്പോ രാത്രി 10:30 സമയമായപ്പോ 38 വയസ്സുകാരിയായ മഹദി മരിച്ചുപോയി. മരണ വീട്ടിൽ നിന്ന് യാസീനോദിയിട്ട് ഈ ഇരിക്കുന്ന തങ്ങളും ഞാനും എന്റെ മുതഅല്ലിമീങ്ങളും അതാ ദുആ ചെയ്ത് തിരിച്ചു പോരാൻ എഴുന്നേറ്റപ്പോ 10 വയസ്സുള്ള ചെറിയ മോന് വന്നിട്ട് അതാ എന്നെ അങ്ങ് കൂട്ടിപ്പിടിച്ചു. പൊന്നുമോന് തേങ്ങിക്കരയുന്നു. എനിക്കിനി ഉമ്മയില്ലല്ലോ, എന്റെ ഉമ്മ ഖബറിലായല്ലോ. ആ ചെറിയ പൊന്നുമോനെ കരച്ചില് കണ്ടപ്പോ ഞങ്ങളും കരഞ്ഞുപോയേ. ആ വേദന, ആ രംഗം മനസ്സിൽ നിന്ന് മറക്കാൻ കഴിയുന്നില്ലോ. അല്ലാഹു ആ മക്കൾക്ക് നല്ല ക്ഷമ കൊടുക്കട്ടെ. നമ്മുടെ മക്കൾക്ക് അങ്ങനൊരു അവസ്ഥ അല്ലാഹു വരുത്താതിരിക്കട്ടെ. മരണം കൂടെയുണ്ട്. അല്ലാഹു നിശ്ചയിച്ച സമയമാകുമ്പോ പോകലല്ലാതെ വേറെ വഴിയില്ല. എന്റെ കൂടെ ഒരു മുതഅല്ലിമു പഠിക്കുന്ന കാലത്ത് നേരത്തെ പറഞ്ഞ മദനി ഉസ്താദിന്റെ ദർസിലുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കെട്ടുന്ന തലപ്പാവിനേക്കാൾ വലിയൊരു കെട്ട് തലപ്പാവ് കെട്ടും ആ ചെറുപ്പക്കാരനായ മോൻ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളിയാക്കും. അപ്പൊ ഒരു ദിവസം ഞങ്ങൾ ചോദിച്ചു, സത്യം പറ, നീ എന്തിനാ ഇത്രയും വലിയ തലപ്പാവ് കെട്ടുന്നത്? ആ സമയത്ത് ചിന്തിപ്പിക്കുന്ന മറുപടിയാ ആ പൊന്നുമോനായ മുതഅല്ലിമ് ഞങ്ങളോട് പറഞ്ഞത്. എപ്പോൾ മരിക്കുമെന്നറിയില്ല, എവിടെ വെച്ച് മരണം സംഭവിക്കുന്നറിയില്ല. എപ്പോൾ മരിച്ചാലും എന്റെ ശരീരം ഉടാനുള്ള കഫംബുടാ ഞാൻ കൊണ്ടു നടക്കുകയാണ്. നിസ്കാരത്തിൽ ഒരുപാട് തലമറച്ച ഈ കഫംബുട കൊണ്ട്, ഈ തുണി കൊണ്ട് എന്റെ ശരീരം പൊതിഞ്ഞാൽ അതൊരു ബറക്കത്തുള്ള തുണിയാകുമല്ലോ. ഖബറിൽ അത് വലിയ രക്ഷയാകുമല്ലോ. ഉമ്മമാരെ, ഉപ്പമാരെ, സുഹൃത്തുക്കളെ, വരൂ, മരണമൊന്ന് ചിന്തിക്കൂ. ചെറുപ്പക്കാരെ, വികൃതികേടുകൾ അവസാനിപ്പിക്കൂ. ധിക്കാരമൊന്ന് നിർത്തിവെക്കൂ. പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒന്ന് വിനയം കാണിക്കൂ.
അതാ നിന്റെ ഖൽബിന്റെ അകത്തേക്ക് മരണമൊന്ന് ചിന്തിക്കൂ. ശിഷ്ടകാലം ചുരുങ്ങിയ വയസ്സല്ലേ ജീവിതമുള്ളൂ. ഒന്ന് നന്നായി ജീവിക്കാൻ ഉത്സാഹിക്കൂ. അൽഹംദുലില്ലാഹ്, ഈ ആഴ്ചയിൽ വലിയൊരു സന്തോഷത്തിന്റെ മുഹൂർത്തമുണ്ടായി. എന്റെ നാട്ടുകാരനായ ഒരു അമുസ്ലിം സഹോദരൻ അതാ വിദേശത്ത് പോയി വന്നതായിരുന്നു. ഞാൻ കൈപിടിച്ചു. സംസാരിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ അസ്സലാമു അലൈക്കും. ഞാൻ കരുതി ഗൾഫിൽ ചെന്നപ്പോ അറബികളെയൊക്കെ കണ്ട് അറബി പഠിച്ച് മുസ്ലിമീങ്ങളുടെ സംസ്കാരം പഠിച്ചതുകൊണ്ട് സലാം പറയുകയാണെന്ന്. ഉടനെ എന്നോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ വേണ്ടുത കൊണ്ട് തൗഫീഖ് കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. എന്റെ പേര് മുഹമ്മദ് അലി എന്നാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക് ചെറുപ്പക്കാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസവിക്കപ്പെട്ട സമയത്ത് തന്നെ നമുക്ക് ഈ മതത്തിന്റെ വാക്താവാൻ അവസരം തന്നല്ലോ. അത് വലിയ ഭാഗ്യമല്ലേ? ഈ ഭാഗ്യം അല്ലാഹുവിന് ശുക്ർ ചെയ്ത് അവൻ പറഞ്ഞതനുസരിച്ച് ജീവിച്ച് നമ്മൾ അല്ലാഹുവിന് നന്ദിയുള്ള അടിമകളായി ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽ മുസ്ലിം, ആരാണ് യഥാർത്ഥ മുസ്ലിം? മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി, സ്വന്തം നാവുന്നും കൈയ്യുന്നും ലോകത്തുള്ള മനുഷ്യരെല്ലാവരും രക്ഷപ്പെടണം. അവനാണ് മുസ്ലിം എന്ന് മുഹമ്മദ് മുസ്തഫ. കേവലം നിസ്കാരത്തിൽ മാത്രം ഇസ്ലാം പൂർണ്ണാവൂല. അയൽവാസിയോട് മാന്യമായി പെരുമാറണം. സഹജീവിയോട് സ്നേഹത്തോടെ വർത്തിക്കണം. അക്രിം ജാറക വലൗകാന കാഫിറ, നിന്റെ അയൽവക്കത്ത് താമസിക്കുന്നത് മുസ്ലിമല്ല എന്ന് കരുതി അവനോട് നിങ്ങൾ ക്രൂരതയോടെ പെരുമാറരുത്. നിന്റെ വീട്ടുവളപ്പിൽ നിർമ്മിക്കുന്ന സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ വേസ്റ്റിന്റെ ആ ടാങ്ക് നിർമ്മിക്കുന്നത് അയൽവാസിയുടെ ശുദ്ധജലം ഉപയോഗിക്കുന്ന കിണറിനോട് അടുപ്പിച്ച് നീ ആ ടാങ്ക് നിർമ്മിക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഈ സുന്ദരമായ മതത്തിന്റെ വാക്താവാൻ കഴിഞ്ഞിട്ട് എങ്ങനെ ഒരു ഭീകരവാദിയുടെയും തീവ്രവാദിയുടെയും കൂടെ നടക്കാൻ കഴിയുന്നത്? സുന്നത്ത് ജമാഅത്ത് അംഗീകരിച്ച് ജീവിക്കുക. നമ്മുടെ മതപണ്ഡിതന്മാർ എന്താണോ പറയുന്നത് അവിടെ നിൽക്കുക. അള്ളാഹിന്റെ ദീനിന്റെ നിയമം പാലിച്ച് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. കാരണം കുറഞ്ഞ കാലേ ഉള്ളൂ. നമ്മൾക്കൊന്ന് നന്നായി ജീവിക്കാൻ ഉത്സാഹിക്കും. അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെ ഒന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് ഈ ചെയറൊന്ന് ഫില്ലാക്കുക. ഒന്ന് കയറിയിരിക്കുക. ബിസ്മില്ലാ. പെട്ടെന്ന് 15 മിനിറ്റ് ഞാൻ സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഇൻഷാ അല്ലാഹ് തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. തങ്ങൾ പെട്ടെന്ന് വരും. നിങ്ങളെല്ലാവരും മുമ്പോട്ട് കയറിയിരുന്നു. ഇൻഷാ അല്ലാഹ് നല്ല മഹാന്മാരെ കുറിച്ച് പറഞ്ഞ മജ്ലിസാണ്. നമ്മുടെ ജീവിതത്തിന്റെ എൻഡിങ് പോയിന്റ് മരണത്തെ കുറിച്ച് ചിന്തിപ്പിക്കുന്ന മജ്ലിസ്. അൽഹംദുലില്ലാഹ്, ഈ മജ്ലിസ് ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾക്ക് കാരണമാണ്. തിന്മകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തിന്മകളിൽ നിന്ന് അല്ലാഹുവിലേക്ക് പാശ്ചാത്തപിക്കാൻ കാരണമാകുന്ന മജ്ലിസാണ്. അല്ലാഹ് ഈ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് ഇതിന്റെ ഹക്കായ രൂപത്തിൽ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഒരാളെ ശരീരത്തിലും ക്യാൻസർ നൽകല്ലേ അല്ലാഹ്. ഇൽമു പറഞ്ഞ സദസ്സിലെ ദുആ അല്ലാഹു ഖബൂലാക്കും. നല്ലോണം ആമീൻ പറഞ്ഞോളൂ. അല്ലാഹ് ഈ മജ്ലിസിൽ പങ്കെടുത്ത ഒരാൾക്കും മാരകമായ രോഗം നൽകരുതേ അല്ലാഹ്. ട്യൂമർ തരല്ലേ അല്ലാഹ്. ബ്ലഡ് ക്യാൻസർ തരല്ലേ അല്ലാഹ്. ബ്ലോക്ക് നൽകല്ലേ അല്ലാഹ്.
അറ്റാക്ക് നൽകല്ലേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ കത്തിവെക്കേണ്ട ഒരു രോഗവും മരിക്കുവോളം ഞങ്ങൾക്ക് നൽകരുതേ അല്ലാ. ഏത് രോഗികൾ ഈ സദസ്സിലുണ്ടോ ആ രോഗികൾക്ക് ഈ മജ്ലിസിലെ ദുആ ശിഫയാക്കണേ അല്ലാ. ഓ സുഹൃത്തുക്കളെ, മരണം ചിന്തിച്ചു, അതേ ആഖിറം ചിന്തിച്ചു, ജീവിതം കഴിച്ചു കൂട്ടിയവരാണ് മഹാന്മാർ. കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു? സുബ്ഹാനല്ലാഹ്, ആരാണ് സാബിത്തുൽ ബുനാനി? ഹിജ്റ 123 മഹാൻ വഫാത്തായത്. ആ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ എല്ലാ രാത്രിയിലും 300 റക്അത്താണ് നിസ്കരിക്കുന്നത്. 100 അല്ല 200 അല്ല 300 റക്അത്ത് നിസ്കരിക്കുന്നു. ആ സാബിത്തുൽ ബുനാനി അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച മഹാൻ. നീണ്ട 20 വർഷക്കാലം രാത്രിയിൽ ഉറങ്ങിയില്ല, നിസ്കാരത്തിൽ കഴിച്ചുകൂട്ടി. നിസ്കരിച്ച് 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 തളരുമ്പോൾ, ക്ഷീണിക്കുമ്പോ, അവിടുത്തെ 2 കാലുകളിലും നീര് കെട്ടുമ്പോ അല്പം അവിടെ ഇരുന്നിട്ട് ആ നീര് കെട്ടിയ 2 കാലുകൾ കൈകൊണ്ടിങ്ങനെ തടവുന്നു. എന്നിട്ട് പറയുന്നു, മലൽ അബിദൂ, ഓ മോനെ, നീ ചിന്തിക്കണ്ട, നീയാണ് വലിയ ഇബാദത്ത് ചെയ്യുന്ന ആളെന്ന്. നിന്നേക്കാൾ ധാരാളം ഇബാദത്ത് ചെയ്ത മഹാന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട് മനുഷ്യ. സുബ്ഹാനല്ലാഹ്, വകാന യഖറഉൽ ഖുർആന ഫീ കുല്ലി യൗമിൻ വലൈല. 24 മണിക്കൂർ കൊണ്ട് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കുന്നു സാബിത്തുൽ ബുനാനി. ചില ആളുകളൊക്കെ ചിന്തിക്കും, ഇതൊക്കെ പറയുന്നത് കെട്ടുകഥയാണോ, ഇതൊക്കെ സംഭവിക്കുന്നതാണോ, ഇതൊരു യാഥാർത്ഥ്യമാണോ? ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ നേരിട്ടാൽ നമ്മുടെ ജീവിതത്തിലും നമുക്ക് അനുഭവിക്കാൻ കഴിയും. അങ്ങനെയാണ്, മനസ്സിലായില്ല പറഞ്ഞത്? ജീവിതത്തിൽ അല്ലാഹു ഒരു പരീക്ഷണം തന്ന് ഒരു ഉസ്താദ് പറഞ്ഞ്, മോനെ, ഈ രോഗം റബ്ബ് മാറ്റിത്തരണമെങ്കിൽ ഖുർആൻ ഒരു തവണ ഇരുന്ന ഇരുത്തത്തിൽ ഓതി തീർക്കണം. ഓതുമല്ലേ? നിങ്ങൾ പറയും, ഓതുമല്ലേ? ഓതുന്നുള്ളൊരു കൈയൊന്തിക്ക്. എന്നിട്ട് ഓതൂല എന്നുള്ള കുറച്ച് ആൾക്കാരുണ്ട് ബാക്കിൽ. ഇരുന്ന ഇരുത്തത്തിൽ ഖുർആൻ ഒരു തവണ ഓതി തീർക്കണം, എന്നാലേ ഈ രോഗം മാറുള്ളൂ എന്ന് ഒരു ഡോക്ടർ നിർദ്ദേശിച്ചാൽ ഇരുന്ന് ഓതും. അല്ലാഹു അങ്ങനത്തെ രോഗം നമുക്ക് തരാതിരിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, എന്റെ ജീവിതത്തിൽ ചെറിയൊരു പരീക്ഷണം ഉണ്ടായി. സുബ്ഹാനല്ലാഹ്, പരീക്ഷണം ഇപ്പോൾ എന്താണെന്ന് നിങ്ങളെ മുമ്പിൽ പറയുന്നില്ല. ഒരു തവണ ഖുർആൻ ഖത്മ് ഓതി തീർക്കണമെന്ന് തീരുമാനിച്ചു. സിഎം വലിയുള്ളാഹിയുടെ മഖാമിൽ ചെന്നിരുന്നു. അസ്ർ നിസ്കാര ശേഷം ഖുർആൻ പാരായണം തുടങ്ങി. പിറ്റേന്ന് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് 6:30 സമയമാകുമ്പോൾ ഖുർആൻ ഖത്മ് തീർക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂലാക്കട്ടെ. ഞാനിത് പറഞ്ഞത് എന്റെ അനുഭവം പറയുമ്പോൾ നിങ്ങൾക്കത് വിശ്വാസത്തിലെടുക്കാൻ കഴിയുമല്ലോ എന്നതുകൊണ്ടാണ്. ഓ മുഅ്മിനീങ്ങളെ, മഹാന്മാരെങ്ങനെയാണ് 24 മണിക്കൂറിനുള്ളിൽ ഒരു ഖത്മ് ഓതി വിചാരിച്ചാൽ നമുക്കും കഴിയും. ഖുർആൻ കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം ഓതി തീർക്കാൻ കഴിയുന്ന ഒരു അമാനുഷികതയുള്ള ഗ്രന്ഥമാണ്. സുബ്ഹാനല്ലാഹ്, ഇന്നും ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ നിലനിൽക്കുകയാണ്. ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ
ഒരു പുള്ളിക്ക് വ്യത്യാസമില്ലാതെ, ഒരു അക്ഷരത്തിനു മാറ്റമില്ലാതെ നിലകൊള്ളുകയാണ്. ആ ഖുർആനിന്റെ വെല്ലുവിളിയെ സ്വീകരിക്കാൻ ഒരു മതനിരാസത്തിന്റെയും കക്ഷികൾക്ക് കഴിഞ്ഞില്ല. ഇന്ന് പരിഹസിക്കുന്ന കാലമാണ്, മതത്തിന്റെ അലിമീങ്ങളെ ട്രോളുന്ന കാലമാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മക്കൾ കോമഡികൾ കേട്ടിട്ട് അതല്ലേ, മതവിരോധികളുടെ ചില വാചകങ്ങൾ കേട്ടിട്ട് ഈമാൻ ചോർന്നു പോകുന്ന കാലമാണ്. അങ്ങനെയുള്ള കോമഡികളൊന്നും കേൾക്കാൻ പോകണ്ട. ഷാഫിഈ ഇമാമിനെ പോലത്തെ ഒരു ബുദ്ധിശാലിയെ നിങ്ങളെ ഇസത്തിന്റെ ഒരു നേതൃത്വത്തിൽ കാണിച്ചു തരാൻ കഴിയുമോ എന്നൊരൊറ്റ വെല്ലുവിളി മതി. ആരാണ് ഷാഫിഈ ഇമാം? 7-ാം വയസ്സിൽ ഖുർആൻ മനപ്പാടാക്കിയ മഹാൻ. സുബ്ഹാനല്ലാഹ്, ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുള്ള മഹാൻ. ഒരാൾ ഷാഫിഈ ഇമാമിന്റെ മുന്നിലെത്തിയാൽ ഈ മനുഷ്യൻ ഏത് നാട്ടുകാരനാണ്, ഏത് ഭാഷക്കാരനാണ്, ഇയാളുടെ ജോബ് എന്താണ്, മുഖത്തു നോക്കിയിട്ട് ഇൽമുൽ ഫിറാസ, അതിൽ വലിയ കഴിവുള്ള മഹാൻ, വലിയ അഗ്രേസര ബുദ്ധിമാൻ. ആ ഇമാം ഷാഫിഈ ഇമാമാണ്. ആ മദ്ഹബിന്റെ അനുയായികളാ നമ്മള്. അങ്ങനെയുള്ള പടുകൂറ്റൻ ബുദ്ധിശാലികൾ ജീവിച്ചു പോയ മതമാണ് അൽ ഇസ്ലാം. അല്പജ്ഞാനികൾ വന്ന് എന്തെങ്കിലും ഒരു ട്രോൾ അടിച്ചാൽ നമ്മുടെ ഈമാനിന് കുറവ് സംഭവിച്ചു പോകരുത്. സന്ദർഭോചിതമായി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. സാബിത്തുൽ ബുനാനി ഓരോ ദിവസവും ഖുർആൻ ഓതി തീർക്കുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരു തവണ സാബിത്തുൽ ബുനാനി തങ്ങളെ കണ്ടപ്പം ചോദിച്ചു, മാഅശ്ബഹൈനൈ ബിഐനൈ റസൂലില്ലാഹ്. ഓ സാബിത്തേ, നിങ്ങളെ കണ്ണുകൾ കാണുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിന് വലിയ സാദൃശ്യമുണ്ടല്ലോ. റസൂലുള്ളാഹിന്റെ കണ്ണുപോലെ തോന്നുന്നുണ്ടല്ലോ. ഫബക്ക, മഹാൻ കരഞ്ഞുപോയി. വല്ലാത്ത കരച്ചിൽ, അന്നു മുതൽ വല്ലാത്ത കരച്ചിൽ. കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ച പോയി. സാബിത്തുൽ ബുനാനി തങ്ങളെ കൊണ്ടുപോയി വിദഗ്ധ ഡോക്ടർമാരെ കാണിച്ചു. ആ ഡോക്ടർ പറഞ്ഞു, ഇൽമല്ലി ഖസ്ലതൻ തബ്റഉ ഐനുക്, ഒരു കാര്യം നിങ്ങൾ ചെയ്യുമെന്ന് ഗ്യാരണ്ടി തന്നാൽ നിങ്ങളുടെ കണ്ണിന്റെ രോഗം മാറും, കാഴ്ച തിരിച്ചു കിട്ടും. ചോദിച്ചു, അമാഹിയ, ഗ്യാരണ്ടി ഏതാണ്? നിങ്ങൾ കരയരുത്, ഈ കണ്ണ് നനവുള്ളതാവരുത്, കണ്ണുനീര് വരുന്ന കണ്ണാകരുത്, കരയരുത്. വമാ ഖൈറുൻ ഫീ ഐനിൻ ലാ തബ്കി. സാബിത്തുൽ ബുനാനി തങ്ങൾ പറയുന്നു, കരയാത്ത കണ്ണിൽ ഖൈറില്ലല്ലോ. ആ ഗ്യാരണ്ടി സ്വീകരിക്കാൻ, ആ നിബന്ധന ഉൾക്കൊള്ളാൻ കഴിയില്ലോ. അല്ലാഹനെ ചിന്തിച്ച് കരഞ്ഞാൽ, ആഖിറം ചിന്തിച്ച് കരഞ്ഞാൽ, ഖബർ ചിന്തിച്ച് കരഞ്ഞാൽ, നരകം പേടിച്ച് കരഞ്ഞാൽ, ആ കണ്ണുനീർ അല്ലാഹുവിങ്കലിൽ വലിയ പ്രതിഫലമുള്ളതാണ്. ലൻ യലിജന്നാറ അഹദുൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹനെ പേടിച്ച് കരഞ്ഞവരാരും നരകത്തിൽ കടക്കൂല. ഉമ്മ റബ്ബിനെ ചിന്തിച്ച് ഒരു ദിവസം കരഞ്ഞിട്ടുണ്ടോ? സഹോദരാ, പരലോകം ചിന്തിച്ച് ഒരു തുള്ളി കണ്ണുനീരൊഴുകിയിട്ടുണ്ടോ? കത്തിയാളുന്ന തീനാളങ്ങളണക്കാനുള്ളതാണ് കണ്ണുനീർ. അല്ലാഹ് നിന്നെ ഓർത്ത് കരയുന്ന ഖൽബും കണ്ണും തരണേ അല്ലാഹ്. സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു താബീങ്ങളിൽപ്പെട്ട മഹാനാണ്. ആ മഹാൻ ധാരാളം കാര്യം പറയുന്നുണ്ട്. അതിലേക്കൊന്നും പോകാൻ ഈ സമയം അനുവദിക്കുന്നില്ല. അതേ മഹാൻ പറയുന്നു,
മാ ശൈഉൻ അജിദുഹു ഫീ ഖൽബി അലദ്ദു ഇൻദി മിൻ ഖിയാമിൽ ലൈൽ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള സമയം ഏതാണെന്നറിയോ? രാത്രിയിലുള്ള ഖിയാമുൽ ലൈൽ, തഹജ്ജുദ് നിസ്കാരമാണ്. ഈ സദസ്സിൽ സമ്മേളിച്ച എല്ലാവരും ഇന്നു മുതൽ രാത്രി സുബ്ഹിന്റെ വാങ്കിന്റെ 5 മിനിറ്റ് മുമ്പ് എഴുന്നേൽക്കാൻ ശ്രമിക്കണം. വേഗം വുളു എടുത്ത് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചു തുടങ്ങണം. എന്നാൽ ബാബുൽ ഐമൻ, സ്വർഗത്തിലെ 8 കവാടങ്ങളെ കൂട്ടത്തിലുള്ള ഒരു കവാടമാണത്. ആ ബാബുൽ ഐമനിലൂടെ പോകാൻ അവസരം ലഭിക്കുന്നവരാരാണെന്നറിയുമോ? മല്ലാ ഹിസാബ ലഹു, വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹു അനുവദിക്കുന്നവരാണ്. അതേ, എല്ലാ രാത്രികളിലും സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്ത് തഹജ്ജുദ് പതിവാക്കുന്നവർക്ക് ഹിസാബില്ല. ബാബുൽ ഐമനിലൂടെ സ്വർഗത്തിലേക്ക് പോകാം. അല്ലാഹു നമുക്ക് വിധി കൂട്ടട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുനാനി എന്ന മഹാന്റെ മകൻ പറയാണ്, ദഹബ്തു ഉലഖിനു അബി വഹുവ ഫിൽ മൗതി. എന്റെ ബാപ്പ സക്കറാത്തുൽ മൗത്തിൽ കിടക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ ബാപ്പാ, കലിമ ചൊല്ലിക്കൊടുക്കാൻ ഞാൻ തുടങ്ങിയപ്പോ എന്റെ വാപ്പ പറയാണ്, ഖല്ലിയാ ബുനയ്യ ഖല്ലി അന്നീ, മോനെ എന്റെ അടുത്ത് വന്ന് ശല്യം ചെയ്യാതെ മാറി നിൽക്കൂ. ഫഇന്നീ ഫീ ഫിർദിസ് സാബിഈ, ഇന്നത്തെ ദിവസത്തിലുള്ള ദിക്റ് ചൊല്ലുകയാണ് ഞാൻ. മഹാന്മാരങ്ങനെയാണ്. സക്കറാത്തുൽ മൗത്തിൽ കിടക്കുമ്പോൾ പോലും ദിക്റ് മുടക്കിയില്ല. ഉമ്മമാരെ, മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം ഒരു 10 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റ് ചൊല്ലിയിട്ടുണ്ടോ? ഒരു 7 തവണ അല്ലാഹുമ്മ അജിർനീ മിനന്നാർ എന്ന ദിക്റ് ചൊല്ലിയിട്ടുണ്ടോ? ഈ ദിക്റ് ഇന്ന് മഗ്രിബിന് ശേഷം ചൊല്ലിയവരുണ്ടെങ്കിൽ നാളെ സുബ്ഹിന്റെ മുമ്പ് അവര് മരിച്ചുപോയാൽ അവര് ശുഹദാക്കളെ കൂടെ സ്വർഗത്തിലാ. പാപം പൊറുക്കപ്പെട്ടവരാ. അവരെ അവസാനം നന്നായി മരിക്കുന്നതാ. പറയുന്നവരാ ലോകത്തിന്റെ നേതാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹിന്റെ ശേഷവും ഈ 2 ദിക്റ്, ആദ്യത്തെ ദിക്റ് 10ഉം രണ്ടാമത്തെ ദിക്റ് 7 തവണയും ചൊല്ലിയാൽ അന്ന് മഗ്രിബിന്റെ മുമ്പ് മരണപ്പെട്ടാൽ അയാൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്റിൽ നമ്മൾ പിറകോട്ട് പോയാൽ വലിയ നഷ്ടമാണ് നമുക്ക്. ഏത് സമയത്തും ദിക്റ് ചെല്ലണം. അറബ് കണ്ടില്ലേ, അറബികൾ ബാപ്പ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. നമ്മളോ മരിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെപ്രാളം കൊണ്ട് ബേജാറാകും. ഉടനെ വരണം ദിക്റ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്റെ ബാപ്പ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ബാപ്പയെ തന്നത് യജമാനനായ റബ്ബാണ്. ഭർത്താവ് മരിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോ ഉമ്മ നെഞ്ചത്തടിച്ച് കരയല്ല, പൊറുതികേട് കാണിക്കല്ല, ദിക്റ് ചൊല്ലൂ ഉമ്മ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ ദിക്റ് ചൊല്ലി ക്ഷമിച്ചാൽ ആ ക്ഷമക്ക് പകരം സ്വർഗമാണ് കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് നിഅമത്ത് കിട്ടിയാലും ദിക്റ് ചൊല്ലണം. ഏതാണ് ആ ദിക്റ് മോനെ? അൽഹംദുലില്ലാഹ് എന്ന ദിക്റ്.
മുസീബത്തേൽക്കുമ്പോ ഇന്നാലില്ല ചൊല്ലണം. അതേ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണം. സുബ്ഹാനല്ലാഹ്. തെറ്റിലേക്ക് നോക്കിപ്പോയാൽ, മ്യൂസിക് കേട്ടുപോയാൽ, ഗീബത്ത് കേട്ടുപോയാൽ, അതാ ഏതെങ്കിലും തെറ്റ് ജീവിതത്തിൽ ചെറുതോ വലുതോ സംഭവിച്ചു പോയാൽ ഉടനെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഇസ്തിഗ്ഫാർ ചൊല്ലണം. അല്ലാഹ് ഞങ്ങൾക്ക് ദിക്ർ ചൊല്ലാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. സാബിത്തുൽ ബുനാനി ഹിജ്റ 123 വഫാത്താകാൻ കിടക്കുമ്പോ അതാ തൽഖീൻ ചൊല്ലി, അതാ ദിക്ർ ചൊല്ലിക്കൊടുക്കുമ്പോ മോനോട് പറയുന്നു, ശല്യം ചെയ്യല്ല, ബാപ്പ ദിക്ർ ചൊല്ലുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ജസ്രി തങ്ങൾ പറയുന്നു, ആ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു തങ്ങളെ ഖബറടക്കി. വഅദ്ഖൽതു സാബിത്തൽ ബനാനി ലഹദഹു അനാ വഹുമൈദുൻ, ഞാനും എൻ്റെ സുഹൃത്ത് ഹുമൈദും എന്നവരുടെ നേതൃത്വത്തിലാണ് മഹാനെ ഖബറടക്കിയത്. ഫലമ്മാ സവ്വൈനാ അലൈഹി, മറമാടി കഴിഞ്ഞപ്പോൾ സഖതത്തുൽ അബിനാ, ഓ ഖബറിന്റെ മുകളിൽ നിന്ന് ഒരു കല്ല് താഴോട്ട് വീണുപോയേ. ഫഇദൻ അനബിഹി യുസല്ലി ഫീ ഖബരിഹി, സാബിത്തുൽ ബുനാനി തങ്ങളുടെ ഖബർ പൊളിഞ്ഞപ്പോ ആ കല്ലിന്റെ ഓൾസിന്റെ അകത്തേക്ക് ഞങ്ങൾ ഖബറിലേക്ക് അതാ കിടത്തിയ സാബിത്തുൽ ബുനാനി അവരെ ജനാസ കാണാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ ഖബറിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്നു സാബിത്തുൽ ബുനാനി. ബഹുമാനപ്പെട്ട ഇബ്നു ജിസ്ർ എന്ന മഹാൻ പറയാണ്, എന്റെ കൂടെയുള്ള ഹുമൈദ് എന്നവരോട് ഞാൻ പറഞ്ഞു, അലാ തറാ, കാണുന്നില്ലേ, നിങ്ങൾ നോക്കുന്നില്ലേ, സാബിത്തുൽ ബുനാനി ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് കാണുന്നില്ലേ? എന്നോട് ഹുമൈദ് പറഞ്ഞു, ഉസ്കുത്, മിണ്ടണ്ട, ആരോടും പറയണ്ട. ആ ഭാഗത്ത് ഞങ്ങൾ വേറെ ഒരു കല്ല് വെച്ച് ഖബറ് അടച്ചു. ഫലമ്മാ ഫറഗ്നാ, തിരിച്ചുപോലെ അതൈനാ ഇബ്നതാ, സാബിത്തുൽ ബുനാനിയുടെ മകളുടെ സമീപത്ത് ചെന്നിട്ട് ഞങ്ങൾ ആ മോളോട് ചോദിച്ചു, മാകാന അമലു അബീക്കി, മോളെ നിന്റെ ബാപ്പ സാബിത്തുൽ ബുനാനി മഹാൻ ജീവിതത്തിൽ ചെയ്ത വലിയ അമലെന്താണ്? സാബിത്തുൽ ബുനാനി തങ്ങളെ മകള് ചോദിച്ചു, അമാറൈത്തും, വല്ലാത്തൊരു ചോദ്യവുമായി വന്നല്ലോ. എന്റെ പൊന്നുപ്പാനെ കൊണ്ടുപോയി നിസ്കരിച്ച് ഖബറടക്കുമ്പോ വല്ല അത്ഭുതങ്ങളും നിങ്ങൾ കണ്ടിരുന്നു? മോളെ, എന്റെ ബാപ്പാന്റെ ഖബറ് മറമാടി കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോന്നപ്പോ മുകളിൽ നിന്നൊരു കല്ല് താഴോട്ട് കൊഴിഞ്ഞു വീണു. അകത്തേക്ക് നോക്കിയപ്പോ ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് കണ്ടു. മാകാന അമലു സാബിത്ത്, സാബിത്തുൽ ബുനാനിയുടെ അമലെന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. സുബ്ഹാനല്ലാഹ്. മകള് പറയുകയാണ്, കാന യഖൂമുൽ ലൈല 50 സന, എന്റെ ഓർമ്മ 50 കൊല്ലമായി എന്റെ ബാപ്പ എല്ലാ രാത്രിയിലും നിസ്കരിക്കാറുണ്ട്. വൈദാ കാന സഹറു, അത്താഴ സമയമായാൽ എന്റെ ബാപ്പ നിസ്കാരം കഴിക്കുമ്പോ, നിസ്കാരം തീർക്കുമ്പോ ഒരു ദുആ നടത്താറുണ്ട്. അല്ലാഹുമ്മ ഇൻ കുൻത അഅതൈത അഹദൻ മിൻ ഖൽഖിക അസ്സലാത ഫീ ഖബ്രിഹി ഫഅഅതിനിഹാ
അല്ലാഹ് നീ ആർക്കെങ്കിലും ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ അനുവാദം നൽകുന്നുവെങ്കിൽ എനിക്ക് ആ അവസരം തരണേ അല്ലാഹ്. ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ എനിക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. സാബിത്തുൽ ബുനാനി പാതിരാത്രികളിൽ നിസ്കാരം കഴിച്ച് അവസാനം വെളുപ്പാവാൻ നേരത്ത് ദുആ ചെയ്യുന്നു. ഉമ്മമാരെ, ആ സാബിത്തുൽ ബുനാനി തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് കൂടി കാനൂ യമറൂന ബിൽ ജിസ്സി ബിൽ അസ്ഹാരി, അത്താഴ സമയത്ത് ആരെങ്കിലും നടന്നു പോയാൽ ഇബ്നു സിമ്മ എന്ന മഹാൻ പറയുന്നു, ഇദാ മറർന ബിജനബാത്തി ഖബരി സാബിത്ത്, സാബിത്തുൽ ബുനാനിയുടെ ഖബറിന്റെ ഓരം പറ്റി ഞങ്ങൾ നടന്നു പോയാൽ സമീനാ ഖിറാഅത്തുൽ ഖുർആൻ, ഓ ഖബറിന്റെ അകത്തളങ്ങളിൽ ഒന്ന് ഖുർആനിന്റെ പാരായണം കേൾക്കാറുണ്ട്. ഇന്ന് ഖുർആനിൽ നിന്ന് ഒരു പേജ് ഓതിയവര് എന്റെ വയല് കേൾക്കുന്നുണ്ടോ? ഇന്നലെ രാത്രി തഹജ്ജുദ് 2 റക്അത്ത് നിസ്കരിച്ചവര് എന്റെ ഉമ്മമാരിലുണ്ടോ? ഖബറിൽ കിടക്കണ്ടേ, മരണം പുൽകണ്ടേ, ആഖിറത്തിൽ രക്ഷ വേണ്ടേ, മഹാന്മാര് പോകുന്ന സ്വർഗത്തിലേക്ക് നമുക്കും കടന്നു ചെല്ലണ്ടേ. കയ്യിൽ വല്ല അമലുമുണ്ടോ? ഇമാം ശാഫിഈ ആലിമു ഖുറൈശിനി യംലഉ തിബാഖൽ അർളി ഇൽമാ, ലോകത്തിന്റെ നേതാവ് പ്രവചനം നടത്തിയ മഹാനല്ലേ. ആ ഇമാം ശാഫിഈ തങ്ങൾ വഫാത്തായതിനു ശേഷം അവിടുത്തെ ശിഷ്യന് സ്വപ്നത്തിൽ ദർശിച്ചപ്പോ പറഞ്ഞതെന്താ? ബാപ്പമാരെ, ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി വേണ്ടേ, സാമ്പത്തികമായ ഉയർച്ച വേണ്ടേ, ആരോഗ്യം വേണ്ടേ, ദുനിയാവും ആഖിറവും സമ്പന്നമാകാൻ ആഗ്രഹമില്ലേ? അതിനുള്ള അമലാണ് 2 റക്അത്ത് തഹജ്ജുദ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. ഒന്ന് നിസ്കരിച്ചു നോക്ക്, ഒരാഴ്ച മതി. 2 റക്അത്ത് തഹജ്ജുദ് രാത്രിയിൽ നിസ്കരിച്ചിട്ട് അത് തുടരണോ തുടരണ്ടേ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു മഹാൻ പറയുന്നുണ്ട്, ശിഷ്യൻ ചോദിച്ചപ്പോ എന്താണ് മുഖത്തൊരു തെളിച്ചം, ഒരു വെളിച്ചം, ഒരു നൂറ് കാണുന്നുണ്ടല്ലോ മുഖത്ത്? ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു, ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീണപ്പോ അള്ളാഹു തന്ന നൂറാണത്. നമ്മളെ ഖൽബിന് നല്ല നൂറുണ്ടാകും, നമ്മുടെ മുഖത്ത് നല്ല നൂറുണ്ടാകും. നമ്മൾ കൈവെക്കുന്ന എല്ലാ പദ്ധതികളിലും അല്ലാഹ് ബറക്കത്ത് തരും. നമ്മുടെ ജോലിയിലും നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധി ഉണ്ടാകും, പുരോഗതി ഉണ്ടാകും. അതുകൊണ്ട് 2 റക്അത്ത് പാതിരാത്രികളിൽ മറക്കാതെ നഷ്ടപ്പെടാതെ നിസ്കരിക്കൂ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ശിഷ്യനോട് പറയുന്നു, ഫനിയത്ത് തിൽകൽ ഇബാറാത്ത് വതിൽകൽ ഇശാറാത്ത്. ജനങ്ങളൊക്കെ എന്റെ വലിയ ബഹുമാനം പറഞ്ഞിരുന്നു, ജനങ്ങളൊക്കെ എന്റെ കൈപിടിച്ച് ചുംബിച്ചിരുന്നു, എന്നെ വല്ലാതെ ആദരിച്ചിരുന്നു. ആ മഹത്വവൽക്കരിച്ച എല്ലാ വാക്കുകളും എല്ലാ പ്രയോഗങ്ങളും പ്രവർത്തനങ്ങളും ദുനിയാവിൽ നിന്ന് തീർന്നുപോയി. മാ നഫഅനാ ഇല്ലാ റുകൈഅത്തുൻ റകഅനാ
ഫീ ജൗഫിൽ ലൈൽ, ആരും കാണാതെ ആരും അറിയാതെ ആരുടെയും ദൃഷ്ടിയിൽ പെടാതെ പാതിരാത്രിയുടെ നിശബ്ദതയിൽ പടച്ച തമ്പുരാനിലേക്ക് മനസ്സു തിരിച്ച് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചതാ ഖബറിൽ ഉപകരിച്ചത് കേട്ടോ. അതുകൊണ്ട് ഇഖ്ലാസുൽ അമൽ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അല്ലാഹ് ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും 2 റക്അത്ത് തഹജ്ജുദിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു വക്തും ഖളാ ആകാതെ നിസ്കരിക്കുന്നവരിൽ ഈ വഅദ് കേൾക്കുന്ന ഉമ്മമാരെയും സഹോദരന്മാരെയും ഈ വഅദ് പറയുന്ന എന്നെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. കൊല്ലം കരുനാഗപ്പള്ളിയുടെ സമീപത്തേക്ക് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇന്ന് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയതാ. രാത്രി നിങ്ങളുടെ നാട്ടിൽ നിന്ന് വണ്ടി കയറി ഞാൻ എന്റെ വീട്ടിലെത്തുമ്പോ നാളെ രാവിലെ 8 മണി സമയമാകുന്നതാ. ഉമ്മ, ഉപ്പ, സഹോദര, സഹോദരി, ഈ ഒരു ദിവസം ഞാൻ നിങ്ങളെ നാട്ടിൽ വന്നു വഅദ് പറഞ്ഞത്, ഈ ആത്മീയ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ചത് നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് നമുക്ക് അയവിറക്കോ കൈപിടിച്ച് സലാം പറയോ. അൽഹംദുലില്ലാഹ്. 2 മണിക്കൂർ സമയത്തുള്ള പ്രഭാഷണം എന്നെ ആത്മീയമായി ശുദ്ധീകരിച്ചു, എന്നെ ആത്മീയമായി വളർത്തിയെടുത്തു. അന്നു മുതൽ ഒരു വക്ത് നിസ്കാരവും ഖളാ ഇല്ലേ. അന്നു മുതൽ ഞാൻ ഹാൻസും പാൻപരാഗും MDM-ഉം ഉപയോഗിച്ചിട്ടില്ലേ, മയക്കുമരുന്നിലേക്ക് പോയിട്ടില്ലേ, അയൽവാസിയോട് പിണങ്ങിയിട്ടില്ലേ എന്ന് സ്വർഗ്ഗത്തിൽ വെച്ച് കൈപിടിച്ച് നമുക്ക് അനുഭവം പറയോ. ഈ മജ്ലിസ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ. അല്ലാഹു ഖബൂലാക്കി തരട്ടെ.